തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാരങ്ങ മാർക്കറ്റ് എവിടെയാണെന്നറിയോ? തമിഴ്നാട്ടിലാണ്. പുളിയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലെമൺ സിറ്റി എന്ന് പറയുന്ന ആ പ്രദേശം നിലനിൽക്കുന്നത് തെങ്കാശി ജില്ലയിലാണ്. നല്ല പുളിയുള്ള, നല്ല നീരുള്ള പുളിയാങ്കുടി നാരങ്ങയുടെ കഥ കേൾക്കാം. സിരാജ്, അങ്ങനെ നമ്മൾ നാരങ്ങാപ്പാടത്തെത്തി. ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് 40 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ നാരങ്ങാപ്പാടങ്ങളുണ്ട്. ഇപ്പം ഇവിടെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാണ് ഇപ്പം ചെറിയൊരു സാധനം കിട്ടി. ഇതുപോലെ ഇവിടുത്തെ നാരങ്ങയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ നല്ല നീരുള്ള നാരങ്ങ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലെമൺ സിറ്റി എന്ന് പുളിയാങ്കുടി അറിയുന്നത്. ഇതുപോലെ ഒട്ടേറെ പാടങ്ങൾ, ആ പാടങ്ങളിലെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ ഏറ്റവും വലിയ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഇവിടുത്തെ നാരങ്ങ കൃഷിയാണ്. ഇത് ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നാരങ്ങ കൊണ്ടുപോകുന്നത് അവിടെയൊക്കെ വരുന്ന എല്ലാം ഇവിടെ നിന്നാണ്. കഴിഞ്ഞ തവണ വന്ന സമയത്തെ ഈ നാരങ്ങ ചെടിയുടെ അടിയിലൊക്കെ തന്നെ മൂടുകളിൽ ഇഷ്ടം പോലെ നാരങ്ങ ഇങ്ങനെ പഴുത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കർഷകർ പറഞ്ഞത്, ഒരു കാരണവശാലും ഈ വീഴുന്ന നാരങ്ങ എടുക്കത്തില്ല, ചെടിയിൽ നിന്നുള്ള നാരങ്ങ പറിച്ച് ഡയറക്റ്റ് എടുത്ത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. മാർക്കറ്റുണ്ട് കേട്ടോ, ഗംഭീര മാർക്കറ്റ്. ആദ്യം മാർക്കറ്റിലൂടെ പോകാം. ഇവിടെ തകൃതിയായി ലേലം വിളിക്കും. ലേലം വിളിച്ച ശേഷം വലിയ വാഹനങ്ങൾ കയറ്റി വേണ്ട അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാണ്. കൂടുതലായി കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ സ്ഥലങ്ങളിലേക്ക് തന്നെ നാരങ്ങ കൊണ്ടുപോകുന്ന ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കറുപ്പസ്വാമി കണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലേലം വിളി. അണ്ണാ സൗകര്യം എന്തൊക്കെ വരുന്നത്? ഇത് சுற்றி 40 കിലോമീറ്റർ ചുറ്റുമുള്ള കൃഷിക്കാരെ കൊണ്ടുപോകും. நம்ம இங்கே ஏலமலையில் எடுத்துக்கிறோம். എങ്ങോട്ടൊക്കെ പോകും? കേരള ഫുള്ളും, ആൾ കേരള, തമിഴ്നാട് ഫുള്ളാக പോകും. ലേലമലയിലെ പഴയ ആളാണ് രാമല്ലേ? ராமர். വില എങ്ങനെ ഇருக்கு? விலை 150 160 170 വരെ ഉണ്ട് കിലോയ്ക്ക്. അന്നേരം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം വില കൂടുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ രീതിയിൽ ഇവിടെ വ്യാപാരവും ലേലം വിളിയും ഒക്കെ തന്നെ നടക്കുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് ഈ പുളിയാങ്കുടി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. തെങ്കാശിയിൽ നിന്നാണ്ട് 30 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ പുളിയാങ്കുടിയിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ ഇത്തവണ ഈ നാരങ്ങയ്ക്ക് വില കൂടാൻ കാരണം എന്ന് പറയുന്നതും പല സ്ഥലങ്ങളിലും മഴ ശക്തിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കുറഞ്ഞു എന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. എന്തു തന്നെ ആയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാരങ്ങ കേന്ദ്രമാണ്, നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്, വിപണന കേന്ദ്രമാണ്. അതാണ് പുളിയാങ്കുടി. പുളിയാങ്കുടിയിൽ നിന്നും ക്യാമറമാൻ ഷനോസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.